ഇഫ് എ ഈക്വൽ ടു 500,050,005 then a ക്യൂബ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഐഡന്റിറ്റി മെട്രിക്സിനെയും സ്കെയിലാർ മെട്രിക്സിനെയുമാണ്. ഓക്കെ ആണല്ലോ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന ആശയം കൂടെ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക മക്കളെ. ഇതാ നോക്കടാ, ഈ മെട്രിക്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കെയിലാർ മെട്രിക്സ് ആണ് ഇത് അല്ലെ. ആ സ്കെയിലാറിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 5 into 100,010,001 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ എ എന്ന് പറയുന്നത്. ഇനി എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ദാ ഇതിന്റെ ക്യൂബ് കണ്ടാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 5 into ഇതെന്താണടാ? ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 ആണ്. അപ്പൊ 5i the whole cube എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? 5 cube into i cube എന്ന് വരും. 5 cube into i cube. ഇനി 5 cube എന്ന് പറഞ്ഞാൽ എത്ര വരൂടാ? 5 cube എന്ന് പറഞ്ഞാൽ 125 ആണ്. I raised to n, അതായത് ഒരു മെട്രിക്സിന്റെ ഓർഡർ 3/3. അപ്പൊ i raised to 3 എന്ന് പറയുന്നത് തന്നെയായിട്ട് മാറും, i തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണേ? അപ്പൊ ഇവിടെ നോക്കുക അതാ എന്ത് വരും? ഇത് ഇൻറ്റു i എന്ന് തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഒന്നും ഓപ്പൺ ആക്കി എഴുതുവാണെന്നുണ്ടെങ്കിൽ 12500,01250,00125 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇത് എഴുതിയത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സെറ്റ് ആണോ? ഈ i എന്ന് പറഞ്ഞാൽ 100,010,001 ആണ്. അതിന്റെ കൂടെ 125 മൾട്ടിപ്ലൈ. അപ്പം എന്താണ്? ആ 1 ഉള്ളിടത്ത് മാത്രം 125 വരും. ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി.